ചെറിയ പാക്കറ്റുകളിലാക്കി വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്താനാണ് അവർ ശ്രമിച്ചത് എന്നാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിനുവേണ്ടി ഈ ഹോളി ആഘോഷത്തിൻ്റെ പേരിൽ ഇങ്ങനെ കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് വ്യാപകമായ രീതിയിൽ അവിടെ പണപ്പിരിവ് നടന്നു. ഈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എന്ന തരത്തിലുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ആവശ്യക്കാർക്ക് ഈ കഞ്ചാവ് എത്തിക്കാൻ വേണ്ടിയാണ് ഇവരിത് വാങ്ങിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് വിഷ്ണു? കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജ് ഹോസ്റ്റലിൽ പണപ്പിരിവ് നടക്കാൻ തുടങ്ങിയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് കളമശ്ശേരി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചത്. തുടർന്നാണ് ആ ഉദ്യോഗസ്ഥർ ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഒരു നിരീക്ഷണം ഏർപ്പെടുത്തുകയും ഇന്നലെ രാത്രിയോടുകൂടി 9:30 ഹോസ്റ്റലിനകത്തേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. 2 നിലകളിലായി ആണ് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. ആദ്യത്തെ നിലയിൽ ചെന്നപ്പോൾ 2 പേരുണ്ടായിരുന്നു. ആ 2 പേരിൽ ഒരാളുടെ പക്കൽ നിന്ന് അവർ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിൽ ഒരാളുടെ പക്കൽ നിന്ന് ഏകദേശം ഒരു 9 ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയിരുന്നു. പിന്നീടാണ് അവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് താഴത്തെ നിലയിലാണ് കൂടുതൽ കഞ്ചാവ് ഉള്ളത് എന്നൊരു വിവരം ലഭിച്ചത്. അങ്ങനെ താഴത്തെ നിലയിലേക്ക് എത്തുന്നു. ഈ മുറിയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന ബാക്കി 2 പേർ ഓടി രക്ഷപ്പെട്ടത്. എന്നാൽ ആ മുറിയിൽ ഉണ്ടായിരുന്ന ആകാശിനെ പോലീസ് പിടികൂടിയിരുന്നു. ആകാശിന്റെ മുറിയിൽ നിന്ന് 1 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് ആരാണ് കഞ്ചാവ് നൽകിയത് എന്നുള്ളതിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പോലീസ് ഇപ്പോഴും പറയുന്നത് ഇത് പ്രാദേശികമായി കളമശ്ശേരി കേന്ദ്രീകരിച്ച് ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളുകളുടെ പക്കൽ നിന്നായിരിക്കും കഞ്ചാവ് വാങ്ങിയിട്ടുണ്ടാവുക. അതല്ലാതെ നേരിട്ട് ഇപ്പോ കൊടൈക്കനാലോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ പോയി വാങ്ങിയതാകാനുള്ള സാധ്യതയില്ല. ഇവർ ഈ പണം ഒന്നാകെ സമാഹരിച്ച ശേഷം മറ്റാർക്കെങ്കിലും ഒരു ഇടനിലക്കാരൻ ഇതിലുണ്ട്, അയാൾക്ക് ഈ പണം നൽകി കഞ്ചാവ് വാങ്ങിയതാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരത്തിന്റെ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന കഞ്ചാവ് വേട്ടയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഈ ഓടിപ്പോയ ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പിടിയിലായ പ്രതികൾ തന്നെ അവരുടെ പേരും അതോടൊപ്പം തന്നെ അവരുടെ ID കാർഡും ഒക്കെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ട ആളുകളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായ ഒരു പരിശോധനയല്ല. നേരത്തെ തന്നെ ഈ ഹോസ്റ്റൽ അതിൽ താമസിക്കുന്ന ചില വിദ്യാർത്ഥികളൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. ഈ നിരന്തരമായ പരാതികൾ ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അത് കോളേജ് അധികൃതരുടെ ശ്രദ്ധയിലേക്കും വന്നിരുന്നു. അവർ ആ പരാതി പോലീസിന് കൈമാറിയിരുന്നു. പിന്നീട് ഇന്നലെ രാത്രി ഒരു മിന്നൽ പരിശോധനയിലേക്ക് പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്ന് കടക്കുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ 3 വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്.